ഈശംശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 12-ാം വാക്യം. ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് ഒരാളെ നമുക്ക് സഹായിക്കണമെന്ന്. പക്ഷേ ആരെയാണോ നമുക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളത്, ആ വ്യക്തിക്ക് നമ്മളിൽ നിന്ന് സഹായം സ്വീകരിക്കണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ എത്രമാത്രം മനസ്സുണ്ടെങ്കിലും ശേഷിയുണ്ടെങ്കിലും ആ ലക്ഷ്യം നടക്കത്തില്ല. നമ്മൾ അദ്ദേഹത്തെ സഹായിച്ചാൽ അദ്ദേഹത്തിന് അതൊരു ഉപദ്രവമായി അനുഭവപ്പെടുകയും ചെയ്യും. ഈശോ ഇതുപോലെയാണ്. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഈശോ വന്നത് പനിയും ചുമയും മാത്രം മാറ്റാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ നിത്യജീവൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുമാണ്. പാപികളാണ് തങ്ങൾ എന്ന് അവനവന് ബോധമുള്ള ഏതൊരാളുടെയും ദൈവത്തിൻ്റെ സ്നേഹവും എപ്പോഴും തുറവിയും കാരുണ്യവും ക്ഷമയും വെളിപ്പെടും. എന്നാൽ പാപികളാണ് അല്ലെങ്കിൽ താൻ എന്ന അവബോധം നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് ഈശോയ്ക്ക് പോലും അവരെ സഹായിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ധ്വനിയാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന്.